ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കാളിയാർ പുഴയിലും പരിസരങ്ങളിലുമായി തള്ളിയ നിലയിൽ. തുടർച്ചയായി രണ്ടാം ദിവസമാണ് മരുന്ന് ഇത്തരത്തിൽ തള്ളിയിരിക്കുന്നത്. മാത്യു കോളനാടൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പോത്താനിക്കാട് സ്വദേശിയായ ഒരാൾക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി മരുന്നുകൾ പുഴയിൽ നിന്നും നീക്കം ചെയ്തു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കാളിയാർ പുഴയിലും പരിസരങ്ങളിലുമായി വീണ്ടും തള്ളിയ നിലയിൽ. കാളിയാർ പുഴയുടെ കാവക്കാട് നീർപ്പാലത്തിലും ഇതിനോട് ചേർന്ന സ്ഥലങ്ങളിലുമാണ് വലിയ തോതിൽ മരുന്നുകൾ തള്ളിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവമുണ്ടായത്. സമാനമായ രീതിയിൽ വെള്ളിയാഴ്ച രാത്രിയിലും മരുന്നുകൾ കൊണ്ടുവന്ന് തള്ളിയിരുന്നു. സംഭവത്തിൽ പോത്താനിക്കാട് ചേറാടിക്കൽ CJ മാത്യുവിന്റെ പേരിൽ പോലീസ് കേസെടുത്തു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊണ്ടെത്തിച്ച് രഹസ്യമായി പുതിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നതായുള്ള ആരോപണവും ഇതോടൊപ്പം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പുഴയിലൂടെ എന്തുമാത്രം മരുന്നുകൾ ഒഴുക്കിക്കളഞ്ഞു എന്ന് വ്യക്തമായിട്ടില്ല. നീർപ്പാലത്തിന്റെ തൂണിന്റെ സംരക്ഷണ ഭിത്തിയിലും പുഴയുടെ കരയിലുമായി കൂടിക്കിടക്കുന്ന മരുന്നുകളുടെ എണ്ണം നോക്കുമ്പോൾ വലിയ തോതിൽ മരുന്നൊഴുക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഗുളികകൾ, കുപ്പിമരുന്നുകൾ, വാക്സിൻ, ഇഞ്ചക്ഷൻ മരുന്നുകൾ തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് തള്ളിയിരിക്കുന്നത്. മരുന്നുകൾ കൊണ്ടുവന്നിട്ടവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച പോത്താനിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരുന്നു. ശനിയാഴ്ച സ്ഥലത്തെത്തിയ മാത്യു കോളനാടൻ MLAയും സംഭവത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ ഈ പുഴയിലേക്ക് മെഡിക്കൽ വേസ്റ്റ്, ടോക്സിക് ആയിട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് ചാക്ക് കണക്കിന് എന്തുമാത്രം തള്ളി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് ഈ പാലത്തിൻ്റെ ഫൗണ്ടേഷനിൽ ഇവർ തള്ളിയപ്പോൾ വീണതും ചാടിയതുമായിട്ടുള്ളത് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ്. അതുകൂടാതെ പാലത്തിൻ്റെ താഴെ കുറേ ചാക്കുകളിൽ നിന്നും നീക്കം ചെയ്തത് ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഈ പുഴയിലേക്ക് ധാരാളം മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് സമൂഹത്തിന് നേരെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇത് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ പ്രശ്നമോ ഫൈനടക്കേണ്ട പ്രശ്നമല്ല, സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്, വലിയ ക്രിമിനൽ കുറ്റമാണ്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നശിപ്പിക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഉള്ളപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന രീതിയിൽ തള്ളിയിരിക്കുന്നത് ഗൗരവമായി കാണണമെന്ന് MLA പറഞ്ഞു. MLAയുടെ നിർദ്ദേശപ്രകാരം കല്ലൂർക്കാട് ഫയർഫോഴ്സ് എത്തി പുഴയുടെ കരയിലും തൂണിന്റെ സംരക്ഷണ ഭിത്തിയിലും കിടന്നിരുന്ന മരുന്നുകൾ നീക്കം ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.